Hi guys, welcome back to my channel. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഹോം മെയ്ഡ് ഹോർലിക്സ് ആണ്. എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഹോർലിക്സ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഇതിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് നിലക്കടല ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് വറക്കാത്ത നിലക്കടലയാണ്. നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു പൊട്ടി വരുന്ന ആ സമയത്ത് അറിയാലോ, ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. നിലക്കടല ഞാൻ എന്താ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറണം. ചൂടാറിയ ശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചൂടാക്കാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നല്ലേ, ബദാമാണ് കേട്ടോ, ആൽമണ്ട്സ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കണം 1/2 കപ്പ്. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് ചിലപ്പോൾ വേണ്ടി വരില്ല. അതിന് മുന്നേ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി ചീനച്ചട്ടി ചൂടായി ഇരിക്കുകയാണ്. നമുക്ക് നിലക്കടല വറുത്ത മാതിരി അത്ര കളർ മാറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ 2-3 മിനിറ്റിൽ തന്നെ റോസ്റ്റായി വരും എന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറിയ ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചൂടാറിയിട്ടുണ്ട് നിലക്കടല. ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എൻ്റെ തൊലി ഒന്ന് കളയട്ടെ. എന്നിട്ടൊന്ന് ഊതിയിട്ട് വരാം. മിക്സിയുടെ ജാറിലേക്കോ അല്ലെങ്കിൽ പൊടിക്കണ ജാറിലേക്ക് നമുക്ക് ഈ നിലക്കടലേക്ക് ഇട്ട് കൊടുക്കാം. തൊലിയെല്ലാം കളഞ്ഞു കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഓഫ് ചെയ്തു. ഇനി ചൂടാറാൻ വെക്കുകയാണ്. നിലക്കടല ആഡ് ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് ആൽമണ്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഒരു ബൗളും ഒരു അരിപ്പയും വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് പൊടിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ, ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് വന്നോളും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുമാതിരി 1/2 കപ്പ് ശർക്കര പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മാൾട്ട് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ബാർലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മിക്സ് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇത് നമുക്കൊരു 3 മാസത്തോളം വെച്ചിരിക്കാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാം ആ ജാഗരി പൗഡറും പാൽപ്പൊടിയും നിലക്കടലയും ആൽമണ്ട് പൗഡറും ഒക്കെ എല്ലാം ഒന്ന് എല്ലാവിടേക്കും മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ചോക്ലേറ്റ് ഫ്ലേവർ ആക്കേണ്ടതും കൂടെ ഞാൻ പറഞ്ഞുതരാം. കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നിങ്ങൾക്ക് ബാർലി പൗഡർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ഹോൾ ബാർലി വാങ്ങിയിട്ട് കുതിർത്ത് മുള വരുന്നവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ സ്പ്രൗട്ട്സ് ഉണ്ടാക്കുന്ന രീതിയില്ലേ അതുപോലെ വെയിറ്റ് ചെയ്ത് പിന്നെ നമുക്കത് ഉണക്കി പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാർലി പൗഡർ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. പക്ഷേ എനിക്ക് അത്ര മെനക്കെടാൻ വയ്യ ഇന്ന്. അപ്പം നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്നുണ്ട്, എളുപ്പത്തിൽ ഹോർലിക്സ് പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ബാർലി ഫ്ലോറാണ് വാങ്ങിയത്. ഓക്കെ, അപ്പം ഇതായാലും മതി, നമുക്ക് കാര്യം നടക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചോക്ലേറ്റ് വേർഷൻ കൂടെ നോക്കാം. അതിനുശേഷം ഞാനിത് പാലിൽ എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൽ ചോക്ലേറ്റ് ഹോർലിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ചോക്ലേറ്റ് ഫ്ലേവർ വേണോ അത്രയും കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ കൊക്കോ ഫ്ലേവർ ചോക്ലേറ്റ് ഫ്ലേവറും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് 2 ഫ്ലേവറിൽ ഹോർലിക്സ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവർ, ഒന്ന് സാധാരണ ഹോർലിക്സ്. ഇനി ഞാൻ കുറച്ച് പാല് ചൂടാക്കിയിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ചോക്ലേറ്റ് വേർഷന് വേണ്ടിയിട്ട് അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഹോർലിക്സ് ഞാൻ മിക്സ് ചെയ്ത് സെർവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.